ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവം സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനേരത്തെ വചന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യപ്രകാരം പറയുന്നു, എപ്പോഴും നിങ്ങൾ സന്തോഷിപ്പിൻ. 4, 5, 6, 7 വാക്യങ്ങൾ പ്രകാരം പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയിൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും എന്ന്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഒരു വചനം ഏറ്റെടുത്ത് നമ്മൾ ആ വചനത്തെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മാറാത്ത വ്യാധികളില്ല, മാറാത്ത പ്രയാസങ്ങളില്ല, കഷ്ടതകളില്ല, ദുരിതങ്ങൾ, നമുക്ക് ആ വചനം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ദൈവത്തോട് അത്രമാത്രം നമ്മൾ സ്നേഹത്തിൽ നമ്മൾ എത്രത്തോളം പറ്റിച്ചേർന്ന് ജീവിക്കുന്നവരായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 13-ാം വാക്യത്തിലാണ് പ്രായം പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാകുന്നുവെന്ന്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേർ, എത്രയോ മനുഷ്യർ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ സഹോദരങ്ങൾ അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല, വേദനകളില്ല, എത്രയോ ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു നിമിഷം നമുക്ക് ഇപ്പം മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഒരു പ്രയാസം നമുക്ക് വേറൊരാളോട് നമുക്ക് പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിന്നൊരു മെറ്റാവേഴ്സിലാണ്, നമ്മളിന്ന് ഈ ഭൂമിക്ക് പുറത്തുള്ള ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആളുകളോടൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് അവരോടൊക്കെ നമുക്ക് സംസാരിക്കാനോടൊക്കെ സാധിക്കണം. പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. എല്ലാവരുടെയും ജീവിത സാഹചര്യത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. പക്ഷെ നമുക്കത് സാധിക്കണം. ദൈവമക്കളെ, നമുക്ക് സാധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ചിലപ്പോൾ ജോലിയുടെ ഒരു ഭാരമായിരിക്കും. നീ ജോലിയുടെ വലിയൊരു പ്രയാസത്തിലായിരിക്കും നീ നിൽക്കുന്നത്. നിനക്ക് എന്ത് വേണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നീ ഒരു നിമിഷം നീ ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലം അടക്കി നീ ഒന്ന് പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ പ്രാർത്ഥനക്കും. അതല്ല നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും നിൻ്റെ അടുത്തുള്ള നല്ല ദൈവത്തെ അറിയുന്ന, നിന്റെ അത്രത്തോളം ദൈവത്തിൽ പരിജ്ഞാനമുള്ള നല്ല ദൈവഭയമുള്ള മക്കളിലേക്ക് നീ നിൻ്റെ ആ ഒരു വിഷയത്തെ നീ ഒന്ന് കൊടുക്ക്. അവർ നിനക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കും. നിനക്ക് വിടുതൽ നിനക്കുണ്ടാവും. ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മുടെ എത്ര